പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, എന്നാൽ കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലവേദന പിടിച്ച ഒരു ഉദ്യോഗസ്ഥൻ. ADGP അജിത് കുമാറിനെ എപ്പോൾ വേണമെങ്കിലും UDF സർക്കാർ സസ്പെൻഡ് ചെയ്യാം എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. SITയുടെ വിശദമായ റിപ്പോർട്ട് ചെന്നിത്തലയുടെ മേശപ്പുറത്തേക്ക് എത്തുന്ന ആ സമയം അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറക്കും. അതായത് നവകേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിലെ വകുപ്പ് തല നടപടി എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുകയാണ് ചെന്നിത്തല. ഇതിനോടകം തന്നെ ഗൺമാൻ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ, അതായത് 5 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് DGP ഉത്തരവിറക്കിയത്. SIT സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ DGP നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ADGP MR അജിത് കുമാറിനെതിരെ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശമില്ല. എന്നാൽ വിശദമായ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ പേര് വന്നാൽ നടപടി എടുക്കുമെന്നും ആഭ്യന്തര വകുപ്പ്, അതായത് ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച ആലപ്പുഴ സംഭവത്തിൽ ആദ്യത്തെ കേസ് ഡയറി തിരുത്തിയതിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്നാണ് ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി SITക്ക് ലഭിച്ചിരിക്കുന്നത്. അതേസമയം കേസ് ഡയറി തിരുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് SIT. മർദ്ദന കേസ് അന്വേഷിച്ചിരുന്ന ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴിയാണ് SIT രേഖപ്പെടുത്തുക. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ തല്ലിയ സംഭവത്തിൽ കേസ് ഡയറി തിരുത്തലിലാണ് ADGPക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയ പ്രതിഷേധക്കാരെ ഗൺമാൻ അടക്കം മർദ്ദിച്ചെന്ന് എഴുതിയ ഡയറി തിരുത്തിയാണ് കേസ് എഴുതി തള്ളിയതെന്നാണ് ആരോപണം. കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGP അജിത് കുമാറിന്റെ ഓഫീസിൽ എത്തിച്ചെന്നാണ് ആദ്യ അന്വേഷണ സംഘം SITക്ക് നൽകിയ മൊഴി. ഗൺമാൻ അനിൽ കല്ലിയൂർ അടക്കമുള്ളവർ പ്രതിഷേധക്കാരെ എങ്ങനെ മർദ്ദിച്ചതെന്ന് കൃത്യമായി ഡയറിയിൽ പറഞ്ഞിരുന്നു. ലോക്കൽ പോലീസ് പ്രതിഷേധക്കാരെ വലയം തീർത്ത് മാറ്റി നിർത്തിയിരുന്നു. ഇവരെ പിണറായിക്കൊപ്പമുള്ള വാഹനവ്യൂഹത്തിലെ കറുത്ത കാറിൽ നിന്നും വെള്ള ഷർട്ട് ധരിച്ച ഒരാളും കറുത്ത സ്യൂട്ട് ധരിച്ച 3 പേരും ചാടിയിറങ്ങി ലാത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് അടിച്ചു. അതിനുശേഷം കാറിൽ കയറി പോയി എന്നാണ് ഡയറിയിലുള്ളത്. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ S അരുണാണ് കേസ് ഡയറി തയ്യാറാക്കിയത്. ആ ഡയറി തിരുത്തി ഗൺമാൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് നൽകിയെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. തിരുത്തും മുമ്പുള്ള ഡയറി പെൻഡ്രൈവിലാക്കി ADGPയുടെ ഓഫീസിൽ എത്തിച്ചെന്നാണ് ആദ്യ അന്വേഷണ സംഘം SITക്ക് നൽകിയ മൊഴി. അതായത് കേസ് ഡയറി തിരുത്തിയെന്ന ഗുരുതരമായ കുറ്റമാണ് അജിത് കുമാറിലേക്ക് നിലവിൽ എത്തി നിൽക്കുന്നത്. വിശദമായ റിപ്പോർട്ട് രമേശ് ചെന്നിത്തലയുടെ മുമ്പിലേക്കും അതോടൊപ്പം VD സതീശിന്റെ മുന്നിലേക്ക് എത്തുന്നതോടുകൂടി SIT അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വകുപ്പ് തല നടപടി എടുക്കണം, അജിത് കുമാർ വലിയ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നുവെന്ന് ഷൗക്കത്ത് അലി ഒരു റിപ്പോർട്ട് നൽകിയാൽ ആ നിമിഷം അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ DGP പുറത്തിറക്കും. അതിൽ ആഭ്യന്തര